കൊണ്ടോട്ടിയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ TP അഷ്റഫലിയാണ് എന്നോടൊപ്പം ചേരുന്നത്. കൊണ്ടോട്ടി മണ്ഡലത്തിലെ പ്രചരണം വളരെ കംഫർട്ടാണെന്ന് മുഖം കണ്ടാൽ അറിയാം. എങ്ങനെയാണ് പ്രചരണത്തിന്? എൻ്റെ കൂടെയുള്ള ഈ UDF നേതാക്കന്മാരാണല്ലോ നമുക്ക് ഈ കംഫർട്ട് തരുന്നത്. വളരെ മികച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ UDF നിയോജകമണ്ഡലം കമ്മിറ്റി നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിയോജകമണ്ഡലം കൺവെൻഷൻ ഗംഭീരമായി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിലും കൺവെൻഷനുകൾ കഴിഞ്ഞു. ബൂത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പ്രവർത്തകർ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാന ടൗണുകളിലൊക്കെ ഇറങ്ങി വോട്ട് ചോദിക്കുന്നു. പരസ്യ പ്രചരണങ്ങൾ മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായി പോയിക്കൊണ്ടിരിക്കുക. CH പോലെ മഹാരാജന്മാർ മത്സരിച്ച മണ്ഡലമാണ്. കാലങ്ങളായിട്ട് UDF മാത്രം ജയിക്കുന്ന മണ്ഡലമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്? എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും യുഗപ്രഭാവന്മാരായ നേതാക്കന്മാർ, മഹാനായ അഹമ്മദ് കുരിക്കൾ, സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾ, CH മുഹമ്മദ് കോയ, സിദി ഹാജി, KK അബു സാഹിബ്, PKK ബാവ സാഹിബ്, മമ്മണ്ണി ഹാജി, TV ഇബ്രാഹിം, KN ഖാദർ തുടങ്ങി വലിയ നേതാക്കന്മാർ, ഇവിടെയൊക്കെ തേണിയിൽ SA കുരിക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നേരത്തെ മഞ്ചേരിയുടെ ഭാഗമായി പ്രതിദാനം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെഗസി ഉള്ളൊരു മണ്ഡലത്തിലേക്ക് എന്നെ നിയോഗിച്ച മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് സദിഖ് അലി ശിഹാബ് തങ്ങളോടുള്ള നന്ദിയും കടമയും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ ഈ നാടിനെ അവരൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വികസനത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. നമ്മളേതെങ്കിലും ഒരു ഉണങ്കേറാമൂല വികസനം എത്താത്തൊരു പ്രദേശമൊന്നും ഇവിടെയില്ല. എന്നാൽ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു നെക്സ്റ്റ് കൊണ്ടോട്ടി എന്ന ഒരു തലത്തിലേക്കാണ് നമ്മളൊരു വികസനത്തെ പുതുക്കിപ്പണിയാൻ ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യവിഭവശേഷിയുടെ സമഗ്രമായ ഉപയോഗം നന്നായി നടത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനുകളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അടുത്തൊരു വികസനത്തെ കാണുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുമ്പൊക്കെ വെല്ലുവിളിയായിട്ടുള്ളത്. ഒന്ന്, വിമാനത്താവളം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. രണ്ട്, പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണം. ഇതിനൊക്കെ എന്തൊക്കെ സൊല്യൂഷൻസ് എന്ന കാര്യങ്ങളുണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ ചീക്കോട് കുടിവെള്ള പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നടപ്പിലാക്കിയിടത്തുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരം രണ്ട് വിഷയങ്ങളെയും അടിയന്തരമായി പരിഹരിക്കും. ചാലിയാറിൻ്റെ വലിയ ജലലഭ്യത ഉണ്ടായിട്ടും നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ വികസനത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുള്ള മൊത്തത്തിലുള്ള ചില പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ മലബാറിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഐക്കണാണ് കരിപ്പൂർ എയർപോർട്ട്. അവിടേക്കുള്ള റോഡിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എടവണ്ണപ്പാറ ജംഗ്ഷൻ്റെ ഒരു വികസന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ഗതാഗത പ്രശ്നങ്ങൾ ഇവിടെ ആളുകൾക്കിടയിലുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു, നിലവിൽ എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഒരു അടുത്ത 20 കൊല്ലത്തെ 25 കൊല്ലത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാഴ്ചപ്പാടുകൾ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ട്. UDF കേരളത്തിൽ ഭരിക്കുകയും കൊണ്ടോട്ടിയിൽ നിന്ന് ഞാൻ ഇവിടുത്തെ പ്രതിനിധിയായി ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ. കാര്യം കൂടി, അങ്ങ് MSFൻ്റെ താഴെ തട്ടുമുതൽ പ്രവർത്തിച്ച നേതാവാണ്. മറുവശത്തുള്ളത് SFIക്ക് വേണ്ടി താഴെ തട്ടുമുതൽ പ്രവർത്തിച്ച മറ്റൊരു നേതാവ്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഒരു മത്സരവും വളരെ ഈസിയാണെന്ന് എടുക്കുന്നില്ല. എതിരാളിയെ എല്ലാവരെയും ശക്തരായി കാണാൻ തന്നെയാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ്റെ സ്ട്രാറ്റജിയും. തീർച്ചയായിട്ടും അത്തരം ആളുകളൊക്കെ മത്സരരംഗത്തുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടികളും യുവാക്കൾക്ക് നൽകുന്ന പരിഗണനയുടെയൊക്കെ ഒരു ഭാഗമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി നേരത്തെ എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജിജി. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ലൊരു സൗഹൃദപരമായ മത്സരം തന്നെയായിരിക്കും. എങ്ങനെയാണ് ഭൂരിപക്ഷ പ്രതീക്ഷകൾ? ഭൂരിപക്ഷം ഞങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നോട് പറയുന്നതനുസരിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി കൊണ്ടോട്ടി ഉണ്ടാവും. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കൊണ്ടോട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം പുരോഗമിക്കുന്നത്. കൊണ്ടോട്ടിയിലെ ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.